ഇപ്പം നമ്മളെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ് നിൽക്കണത്. നല്ല മഴയത്ത് നിൽക്കണത്. നമ്മളിനി പോണത് ആഴിമലയിലേക്കാണ്. അപ്പോൾ ആഴിമലയ്ക്കുള്ള പോണ ബസ് അന്വേഷിക്കണം. ഇവിടെ എവിടെയോ കൊണ്ട് കിട്ടും. കുറച്ച് ചടങ്ങാണ് ബസ് കിട്ടാൻ. ഇപ്പം നമുക്ക് ആഴിമലയ്ക്ക് പോകാനേ ഈ അമ്പലത്തിന് മുന്നിൽ ബസ് കിട്ടൂല. അത് പുറത്തുനിന്ന് കിട്ടുള്ളൂ. അതായത് കുറച്ചുകൂടി മാറിയിട്ട് അവിടെ നിന്ന് കിട്ടുള്ളൂ ആഴിമലയ്ക്ക് പോണ ബസ്. നമ്മൾ അപ്പുറത്ത് കണ്ടില്ലേ കുറേ മഹാന്മാരെ ഫോട്ടോകളൊക്കെ വെച്ചിട്ടുണ്ട്. പിണറായി അങ്ങനെ കുറേ ആൾക്കാരെ ഫോട്ടോകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാ ഗാന്ധി അങ്ങനെ കുറേ ശ്രീനാരായണ ഗുരു, കുറേ സിനിമ നടന്മാരും വയലിസ്റ്റ്. ബസ് സ്റ്റോപ്പുകളൊക്കെ ജാതി ലുക്കാണ് കാണാൻ. നല്ല വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ട അവിടെയാണ് നമുക്ക് ആഴിമലയ്ക്കുള്ള ബസ് വരികയെന്ന് പറഞ്ഞത്. അവിടെ ബസ് കാത്തുക്കുന്നുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കണം ആഴിമലയ്ക്ക് എപ്പോഴാണ് വരികയെന്ന്. ഇവിടെ അബ്ദുൽ കലാമിൻ്റെ ചെറിയ ആർട്ട് വർക്കൊക്കെ കാണാം മതിലുമേ. ആ വിഷ്ണുത് കയറിയല്ലോ. അപ്പോൾ ഇതാണ് ആഴിമല ബസ് കേട്ടോ. KSRTC കിട്ടി. ബസ്സിൽ കയറിയിട്ടോ ആഴിമല. ഗായ്സ്, അപ്പോൾ നമ്മൾ ആഴിമലയിലെ ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി ഒരു 2-3 കിലോമീറ്റർ നടക്കാനുണ്ട്. പ്രാവശ്യം വെറുതെ തിരുവനന്തപുരം കറങ്ങാൻ വന്നതാ. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായില്ല. നല്ലൊരു സ്ഥലം കാണാൻ ഉദ്ദേശിക്കുമ്പോൾ ഏതാ നോക്കിയിട്ട് തിരുവനന്തപുരം സെലക്ട് ചെയ്തു. അങ്ങനെ തിരുവനന്തപുരത്തേക്ക് വന്നാണ്. കുറച്ച് നടക്കാണ്ട് ജസ്റ്റ് ഒന്ന് ആഴിമലയ്ക്കൊന്ന് വരാമെന്ന് വെച്ചു. ഗംഗേശ്വര വനിതാ കൂട്ടായ്മ. ആഴിമലയ്ക്ക് വരുമ്പോൾ പ്രായമായ ആൾക്കാർ വരുമ്പോൾ മസ്റ്റായിട്ട് നടന്ന് വരാണ്ടിരിക്കുക ഏറ്റവും ബുദ്ധി. കാരണം ഒരു ഗംഭീര ഒരു ഇറക്കമാണ് ഇവിടെ ഉള്ളത്. ആ ഇറക്കം കാലിങ്ങനെ ബാലൻസ് ചെയ്താണ് പോകാൻ. മുട്ടുവേദന ഉള്ളവർക്കൊക്കെ നല്ല പണി കിട്ടാൻ ചാൻസ് കൂടുതലാണ്. കാരണം എനിക്ക് മുട്ടുവേദന ഉണ്ട്. അപ്പോൾ ഞാൻ 3ാമത്തെ വട്ടമാണ് ആഴിമലയ്ക്ക് വരുന്നത്. ആദ്യം വന്നപ്പോൾ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വന്നപ്പോൾ പകുതി പൂർത്തിയായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വരുമ്പോൾ ഫുള്ള് തീർന്ന് വിചാരിക്കണം. എന്നാൽ നമുക്ക് നോക്കി നോക്കാം പണി എത്ര ആയിരുന്നു. നമ്മൾ ആഴിമലയ്ക്ക് വരുമ്പോൾ ഒരുപാട് നിയമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നിശബ്ദ മേഖല, വേഗത നിയന്ത്രിക്കുക, ദയവായി ഓൺ അടിക്കരുത്, രോഗികൾ റോഡ് മുറിച്ച് കടക്കുന്നു എന്നിട്ട് നിയമങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് സൈലൻ്റ് ആവുക, കുറച്ച് ഡിസിപ്ലിൻ പാലിക്കുക. ഇപ്പോൾ നിയമങ്ങളാണ്. അപ്പോൾ നമ്മൾ എത്തിയിട്ടാണ് ശിവൻ്റെ അടുത്തേക്ക്. ദൂരത്തുനിന്ന് ശിവൻ്റെ ഇത് കാണാൻ പ്രത്യേക ഒരു വൈബ് തന്നെയാണ് കേട്ടോ. എന്ത് ലുക്കാന്ന് നോക്കി കാണാൻ രസമാണ്. അമ്പലത്തിൽ നട തുറന്നു. അവിടെ കയറാം, കുറച്ചാണ്ട് കയറാം. ഇവിടേക്ക് വരുമ്പോൾ ഏറ്റവും ഹൈലൈറ്റ് ഇതാ, ഇവിടെ കുറേ ഓടിട്ട വീടുകൾ കാണാം. നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓട് വീടുകൾ എന്ന് പറയുമ്പോൾ. നല്ല ഒടുക്കത്തെ ലുക്കാണ് ഈ വീടുകൾ എല്ലാം ഒരുപോലെ. പ്രാവശ്യം കടൽ നല്ല കൂടുതലാണ്. നന്നായിട്ട് അരടിക്കുന്നുണ്ട്. ഒരു അണ്ണാതാ പോണേക്കൂടെ. കടലിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ കാണാനാണ് ഒരു ഗംഭീരം. അത്യാവശ്യം ഇംഗ്ലീഷുകാരൊക്കെ നന്നായി കാണാൻ വരുന്നുണ്ട്. കടലിൽ തിരടിക്കണ കണ്ട എൻ്റെ അമ്മ നല്ല കൂടുതലാണ് കടൽ. ഇവിടെ നന്നായി മഴ പെയ്തു ഇന്ന്. കാരണം കടൽ രക്ഷയില്ല, അടിക്കണ തിര. നമ്മൾ ചെരുപ്പൊക്കെ ഒന്ന് ഊരിട്ട് ആൾത്തറയുടെ അവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമായിട്ടേ കാണുന്നത്. അമ്പലത്തിൽ ഇഷ്ടംപോലെ വർക്ക് കഴിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ശില്പങ്ങൾ വർക്ക് കഴിപ്പിച്ചിട്ടുണ്ട്. തമിഴ്നാടൊക്കെ ഒരു മോഡലുള്ള വർക്കുകളാണ് മൊത്തം. അപ്പോൾ അങ്ങനെ ഫ്രണ്ടിൽ കൂടെ അങ്ങനെ കയറാം. അതാണ് എൻട്രൻസ് ഭാഗം. ഇവിടെ നിന്ന് ഉള്ളിൽ കയറിയിട്ടാണ്. അപ്പോൾ എൻട്രൻസിൻ്റെ അവിടെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ശിവൻ്റെ അവിടെ ഫ്രണ്ടിൽ തന്നെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ. പണി കംപ്ലീറ്റ് പൂർത്തിയായിട്ടില്ല. ഇപ്പോഴും ഇരിക്കണ കല്ലിൻ്റെ ഭാഗത്തെ പണി കഴിയാണ്ട്. ലൈവ് ഫോട്ടോ ഗാലറി. ഇവിടെ എന്തൊക്കെയോ ഫോട്ടോ എടുത്ത് കൊടുക്കും തോന്നുന്നു. കണ്ടില്ലേ, ഇവിടെ ഒരു വേറെ എന്തോ സംഭവം വരുന്നുണ്ട്. എന്താ പണി കഴിഞ്ഞിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിസൈനെല്ലാം ചെയ്തുള്ളൂ കേട്ടോ. പണി പൂർത്തിയാവാണ്ട്. കുറച്ചൊരു ഇവിടെ ഒക്കെ എല്ലാ വർക്ക് കംപ്ലീറ്റ് ആയി. ബാക്ക് വശം ഇപ്പോഴും അങ്ങനെ കിടക്കുക തന്നെയാണ്. ഒരു മാറ്റവും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ പണി കോരിപ്പൊടിയെ കൊണ്ടിട്ടുണ്ട്. പണികൾ നടക്കണുണ്ട്. സർപ്പത്തിൻ്റെ എല്ലാം മേൽഭാഗം എല്ലാം കംപ്ലീറ്റും കഴിഞ്ഞു. ഇവിടുത്തെ വർക്ക് കണ്ട വാർത്തയ്ക്കാണ് കല്ല് ഇഷ്ടി കൊണ്ട് കെട്ടിയിട്ട് ചെയ്തുള്ളതാണ്. എന്തൊക്കെയോ ഡിസൈൻസ് ഇനി ഇവിടെ വരും. കുറേ വാർപ്പ് കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും പണികൾ പൂർത്തിയാവാണ്ട്. ഇവിടെ ചെന്നൈ കേശവ ടെമ്പിളൊക്കെ ആ ഒരു ലുക്കിലാണ് വന്നുള്ളത്. നല്ല ചൂടുണ്ടല്ലേ.
രസമാണ്. കുറച്ച് ഭാഗങ്ങൾ ഇവിടെ തണവുള്ളൂ. അതായത് ഹീറ്റിൻ്റെ ഇവിടെ മാത്രം തണവ് കിട്ടുന്നുള്ളൂ, ബാക്കിയൊക്കെ നല്ല ചൂടാണ്. അവിടെയൊക്കെ കാണില്ല. കുറേ വഞ്ചികളും ബോട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും അടിപൊളി തന്നെ കേട്ടോ, നല്ല രസമായി. ഇവിടെ സൈഡിൽ തന്നെ കച്ചവടത്തിൻ്റെ കുറേ സംഭവങ്ങളുണ്ട്. അതിൻ്റെ ഒരു ഫോട്ടോകൾ ഇതൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊന്നും പ്രസാദം. ആഴിമല ശിവക്ഷേത്ര ദേവസ്വം ട്രസ്റ്റ് പൂജ സ്റ്റോൾ. പൂജാ സാധനങ്ങളാണ് ഇവിടെ വിൽക്കാൻ വെച്ചുള്ളത്. പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ കണ്ട ചെറിയ തൊട്ടിൽ എന്തെങ്കിലുമൊക്കെയോ നേർച്ചയോ. ഇവിടെ കുടിവെള്ളം ഉണ്ട്, കുറച്ച് വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചിട്ടില്ല, നല്ലതാണ്. മഴയൊക്കെ പേരിനുള്ളൂ. കണ്ട ഒരു കുപ്പിയിൽ വെള്ളം നിറച്ചു. കാശെടുത്ത് മേടിക്കൊന്നുമില്ല, വെള്ളം കുപ്പിയിൽ നിറയ്ക്കിയ ലാഭം. അമ്പലത്തിൽ നിന്ന് പ്രസാദം മേടിച്ചു. കൊണ്ട ഉണ്ണിയപ്പമാണ് കിട്ടിയത്. ഉണ്ണിയപ്പം നമുക്കൊന്ന് നോക്കി നോക്കാം എന്തൊക്കെ ഉള്ളതെന്ന്. ചെറിയ ഉണ്ണിയപ്പം കണ്ട എള്ളുകൊണ്ട് എന്തൊക്കെയോ വെറൈറ്റിയാണ്. അടിപൊളി, നല്ല വറുത്തുണ്ട്. നല്ല വറുത്ത സാധനം കേട്ടോ. അങ്ങനെ സോഫ്റ്റ് ഇല്ല, പക്ഷെ കട്ടിയുണ്ട്. കുഴപ്പമില്ല. ബീച്ച് നോക്കിയേ. ഇവിടെ സൈഡൊരു കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം തന്നിട്ടുണ്ട്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ആഴിമല ശിവനെ കാണാൻ പറ്റും. അവിടെ കുറേ വേസ്റ്റ് കൊണ്ടിട്ടുണ്ട്, പണി പൂർത്തിയാക്കിയിട്ടില്ല. ആ മേൽഭാഗം വൃത്തിയാക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ അടിക്ക് തട്ടിയുള്ളതാണ്. വേസ്റ്റ് ബോക്സ്. ഇവിടെ അങ്ങനെ ബസ്സിന് കുറച്ച് സമയമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ബസ്സുള്ളൂ. രാവിലെ 8:30, 12 മണിക്ക്, 11 മണിക്ക്, 11:45, 12:45. പിന്നെ 6, 7, 10 അങ്ങനെയൊക്കെയാണ് സമയം വരുന്നത്. ബസ് വന്നു കേട്ടോ, ബസ് വന്നു. ഞങ്ങൾ നടക്കാന്ന് വെച്ചതാ. ബസ് കിട്ടി എവിടേക്കുള്ളതാ? ആഴിമല ക്ഷേത്രം. കോവളം പോവോ? ഭാഗ്യം. എന്താ ബോർഡൊക്കെ എഴുതിയിട്ടുണ്ട്. തിരുവനന്തപുരം, പൂങ്കുടി, ഉച്ചക്കട, ബലരാമപുരം, പട്ടം, അങ്ങനെ കുറേ എഴുതിയുണ്ട്. ഇത് പോണ ബസ്സാണ്. കോവളത്തേക്ക് എന്തായാലും പോവില്ല, നമുക്ക് കോവളം പോകുന്നുണ്ട്.